Good afternoon. Okay, ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാർമസി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അതിലെ നമ്മള് എക്യുപ്മെന്റ്സുകളാണ് പറഞ്ഞു നിർത്തിയത്. എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉൾപ്പെടേണ്ടത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടത്. എക്യുപ്മെന്റ്സുകൾ ഫുള്ള് കഴിഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് സ്റ്റാഫിംഗ് ആണ്. Staffing. There should be drug and therapeutic committee for advice and decision making. ഇപ്പൊ ഈ ഫാർമസിയില് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പുറത്തുണ്ട് DTC എന്ന് പറഞ്ഞ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. എന്ന് വെച്ചാൽ പേഷ്യൻസിന് നല്ല സുഖപ്രദമായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ചെലവ് കുറഞ്ഞ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പരിചരണം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് ഫാർമസിനെ സംബന്ധിച്ചാണെങ്കിലും നല്ല മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് എന്ന ഉറപ്പിന്, അതുപോലെ തന്നെ ആ ഡ്രഗ് ലിസ്റ്റിലുള്ള മരുന്നുകൾ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ഉൾപ്പെടുത്തേണ്ട മരുന്നുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഫാർമസിയിൽ നമ്മൾ ഒഴിവാക്കേണ്ട മരുന്നുകൾ, ഇതെല്ലാം തീരുമാനം എടുക്കുന്നത് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏതാണ് സൂപ്രണ്ട്, HOD, നഴ്സിംഗ് സൂപ്രണ്ട്, ചീഫ് ഫാർമസിസ്റ്റ്, ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഫാർമസിനെ സംബന്ധിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാനും ഉപദേശത്തിനുമായിട്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്. അത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പുറത്ത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് കൊണ്ട് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ഹോസ്പിറ്റലില് നമ്മൾ ഫാർമസിനെ സംബന്ധിച്ച് അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കാനും ഉപദേശത്തിനുമായിട്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്. ഇനി ഇവിടെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ടേബിൾ ആണ് ഇവിടെ തന്നേക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റിന്റെ ആവശ്യം, എത്ര ഫാർമസിസ്റ്റ്, നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് ആണ്. നമുക്ക് ഓരോ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ച്, ഹോസ്പിറ്റലിലെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ച് ഫാർമസിസ്റ്റുകളുടെ എണ്ണമാണ് നമുക്ക് ആ ടേബിളിൽ പഠിക്കാൻ തന്നേക്കുന്നത്. ഫാർമസിസ്റ്റ് റിക്വയർമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ബെഡ് സ്ട്രെങ്ത്. ബെഡ് സ്ട്രെങ്ത് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ എണ്ണം നമ്പർ ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് കോളത്തിൽ എന്താ തന്നേക്കണേ, ബെഡ് സ്ട്രെങ്ത് ആണ്. അപ് ടു 15 ബെഡ്സ്, 50 ബെഡ് വരെയുള്ള ഹോസ്പിറ്റലുകളിൽ എത്ര ഫാർമസിസ്റ്റ് വേണമെന്ന് നോക്കിയേ. നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ്, ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ എണ്ണം എത്രയാണ്? 3. അപ് ടു 100 ബെഡ്സ്, 100 ബെഡ്സ് വരെയുള്ള ഹോസ്പിറ്റലിലാണെങ്കിൽ 5 ഫാർമസിസ്റ്റ് ആവശ്യമായിരിക്കും. അപ് ടു 200 ബെഡ്സ് 8 ഫാർമസിസ്റ്റ് വേണം. അപ് ടു 300 ബെഡ്സ് 10 ഫാർമസിസ്റ്റ്. then up to 500 ബെഡ്സ്, 500 ബെഡ്സ് വരെ അപ് ടു 500 ബെഡ്സ് എത്ര ഫാർമസിസ്റ്റ് വേണം? 50 ഫാർമസിസ്റ്റ് വേണം. അതായത് ബെഡ് സ്ട്രെങ്ത് കൂടുന്നതിന്റെ അനുസരിച്ച് നമുക്ക് ഫാർമസിസ്റ്റിന്റെ എണ്ണവും എന്താ അതിനനുസരിച്ച് കൂടണം. ഓക്കെ, ബെഡ് സ്ട്രെങ്ത് കൂടുന്നതിന്റെ അനുസരിച്ച് ഫാർമസിസ്റ്റിന്റെ എണ്ണം കൂടണം. ഈ ടേബിൾ എക്സാമിന് ചോദിക്കാറുണ്ട്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇതിന് ഷുവർ ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഓരോ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഇതിന് ടേബിളിൽ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തിടുക കേട്ടോ. സെക്ഷനിൽ ഉണ്ടാവും. അപ് ടു 500 ബെഡ്സ്, ദ നമ്പർ ഓഫ് pharmacists required up to 500 ബെഡ്സ്. എന്നിട്ട് അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല അതിനകത്ത്. ഇത്രയും ബെഡ്സ് വരെ ഉള്ളതിൽ എത്ര ഫാർമസിസ്റ്റ് വേണം. ഓക്കെ,
ഹോസ്പിറ്റലിൽ 15 ബെഡ്സ് വരെയാണെങ്കിൽ 3 ഫാർമസിസ്റ്റ്, അപ് ടു 500 ബെഡ്സ് വരെയുള്ളതാണെങ്കിൽ 5 ഫാർമസിസ്റ്റ്, അപ് ടു 200 ബെഡ്സ് വരെയുള്ള ഹോസ്പിറ്റലുകളിൽ 8 ഫാർമസിസ്റ്റ് വേണം, അപ് ടു 300 ആണെങ്കിൽ 10 ഫാർമസിസ്റ്റ്, അപ് ടു 500 ബെഡ്സ് 500 ബെഡ്സ് വരെയുള്ള ഹോസ്പിറ്റലുകളിൽ എന്താ 15 ഫാർമസിസ്റ്റ് വേണം. ക്ലിയർ ആയില്ലേ ആ ടേബിള്? വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല. അതിന്റെ നമ്പർ അനുസരിച്ച് നമുക്ക് ബെഡിന്റെ നമ്പർ അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ എണ്ണം നോട്ട് ചെയ്തിട്ടോ. ഞാൻ പറയുന്ന സെക്ഷനുകൾ ഇമ്പോർട്ടന്റ് എന്ന് തന്നെ നോട്ട് ചെയ്തിടുക. ആ സെക്ഷനൊക്കെ പ്രത്യേകം പഠിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും മാറി മാറി ചോദിക്കും. ഇനി അടുത്തത് നെക്സ്റ്റ് ഇവിടെ തന്നേക്കുന്നത് ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് അതുപോലെ തന്നെ നമുക്ക് ഓർഗാനോഗ്രാം ഒക്കെ നമ്മൾ നേരത്തെ ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഫ്ലോ ചാർട്ട് ഫോർ റിക്വയർമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. അപ്പോൾ നമുക്ക് ഫ്ലോ ചാർട്ട് ആണ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ ആ റോൾ അനുസരിച്ച്, ആവശ്യകത അനുസരിച്ച്, റിക്വയർമെന്റ്സ് അനുസരിച്ചുള്ള ആ നമ്മുടെ അവരുടെ പൊസിഷൻ ഒക്കെ കാണിക്കുന്ന ഈ ഫാർമസിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഫ്ലോ ചാർട്ടില് നമ്മൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, ഫാർമസിയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഡയറക്ടർ ആണ്. ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡാണ്, സൂപ്പർവൈസറി പൊസിഷൻ. എല്ലാത്തിനെയും സൂപ്പർവൈസ് ചെയ്യുന്ന ഏറ്റവും ടോപ്പിൽ ഹെഡായിട്ട് നിൽക്കുന്നതാണ് ഡയറക്ടർ. അത് മിക്കവാറും ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിൽ നിന്നുള്ള ആളാവാം ആ ഒരു ഹെഡ് എന്ന് പറയുന്നത്. സൂപ്പർവൈസറി പൊസിഷൻ ആണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്? മാനേജ് ഡേ ടു ഡേ operations of the hospital pharmacy. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മേൽനോട്ടം വഹിക്കുന്നു. ഓവറോൾ സൂപ്പർവിഷൻ. മാനേജ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസി. എല്ലാ കാര്യങ്ങളും ഫാർമസിയിലുള്ള ദൈനംദിനമായിട്ട് എല്ലാ ദിവസവും നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം, അതായത് ഹെഡായിട്ട് നിൽക്കുന്നത് ഡയറക്ടർ ആണ്. അത് മിക്കവാറും ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിൽ നിന്നുള്ള ഒരാളാവാം ആ ഹെഡ് പൊസിഷനിൽ ഇരിക്കുന്നത്. ഇനി അതിന്റെ താഴെ, ഡയറക്ടറിന്റെ താഴെ വരുന്നതാണ് സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ്. അപ്പൊ ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ആകാം ഡയറക്ടറിന്റെ കീഴിൽ വരുന്നത് സൂപ്രണ്ടന്റ്. ഓക്കെ, അതായത് വെച്ചാൽ സൂപ്രണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ ഫാർമസിസ്റ്റ് ആയിരിക്കും ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. സീനിയർ ഫാർമസിസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ആരാകാം? ചീഫ് ഫാർമസിസ്റ്റ് ആവാം. എംഫാം നമ്മൾ ഓരോ ഇത് പറഞ്ഞില്ലേ, ഫാർമസിസ്റ്റിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് ബിഫാം അല്ലെങ്കിൽ ഡിഫാം കഴിയുമെന്ന് പറഞ്ഞു. അതിനേക്കാൾ കുറച്ചും കൂടി ഡിഗ്രി എംഫാം കഴിഞ്ഞവരായിരിക്കും ആ ചീഫ് ഫാർമസിസ്റ്റ്. അപ്പോ ഡയറക്ടറിന്റെ കീഴിൽ ഇവരിൽ ആരെങ്കിലും ആകാം. അതിൽ സൂപ്രണ്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് സീനിയർ ഫാർമസിസ്റ്റ് തന്നെ, അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് എംഫാം. ഓക്കെ, അത് രണ്ടും സെയിം ഇത് തന്നെയാ വരുന്നത് കേട്ടോ. ഇനി അതിനെ നമ്മൾ ചീഫ് ഫാർമസിസ്റ്റിനെ നമുക്ക് അതില് കുറച്ച് 2-3 സെക്ഷൻ ഫാർമസിസ്റ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവർക്കിടയ്ക്ക് ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിൽ കുറച്ച് ഫാർമസിസ്റ്റുകൾ, അത് ഓരോ പർട്ടിക്കുലർ ജോബ് അനുസരിച്ച് ഓരോ സെക്ഷൻ തിരിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു ഫാർമസിസ്റ്റ്, ഒരു ഗ്രൂപ്പ് കാര്യങ്ങൾ നോക്കാൻ ഒരു ഫാർമസിസ്റ്റ്, പിന്നെ ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിൽ വേറെ സെക്ഷൻ മാനേജ് ചെയ്യാൻ വേറെ ഫാർമസിസ്റ്റ്. അങ്ങനെ നമുക്കിവിടെ കുറച്ച് കാറ്റഗറിയിൽ നമുക്ക് ഈ ഫാർമസിസ്റ്റുകളെ വീണ്ടും തിരിക്കാം. അതില് ഏറ്റവും ഇത് വരുന്നത് ഫസ്റ്റ് തന്നെ ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, ഡിഫാം. അതായത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, മരുന്നുകൾ വിതരണം ചെയ്യാനായിട്ട് ആ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവും. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് അത് ബിഫാം കഴിഞ്ഞ ആളായിരിക്കണം. ഓക്കെ, ബിഫാം കഴിഞ്ഞ ആളായിരിക്കണം ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ മരുന്നുകളുടെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഒരു ഫാർമസിസ്റ്റ് ഉണ്ട്. പിന്നെ അടുത്തത് നോക്കിയേ, ഫാർമസിസ്റ്റ് മെഡിക്കൽ സ്റ്റോർ, അതായത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മരുന്നുകൾ എടുക്കാനായിട്ട് എന്തുണ്ട്, ഒരു ഫാർമസിസ്റ്റ് ഉണ്ട്.
അതാണ് അവരുടെ അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ സപ്ലയേഴ്സിൽ നിന്നൊക്കെ മരുന്നുകള് ഫാർമസിയിലേക്ക് എടുക്കാനായിട്ട്. ഓക്കെ, ഫാർമസിയിലേക്ക് മരുന്നുകൾ കൊണ്ടുവരാനായിട്ട് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഫാർമസിസ്റ്റ് ഉണ്ട്. പിന്നെ അടുത്തത് ഫാർമസിസ്റ്റ്, രണ്ട് ഫാർമസിസ്റ്റുകളുണ്ട്. അത് ബിഫാം ഓർ ഡിഫാം, ബിഫാമോ അല്ലെങ്കിൽ ഡിഫാമോ കഴിഞ്ഞിട്ടുള്ള രണ്ട് ഫാർമസിസ്റ്റ് ഉണ്ട്. അതെന്തിനാണ്? ഡിസ്പെൻസിങ്. ഡിസ്പെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ? വിതരണം ചെയ്യുക. അതായത് മരുന്നുകൾ, മെഡിക്കേഷൻസ് ഔട്ട് പേഷ്യന്റിന് വിതരണം ചെയ്യാനായിട്ട്. ടു ഫാർമസിസ്റ്റ് ഉണ്ട്. ബിഫാം അല്ലെങ്കിൽ ഡിഫാം കഴിഞ്ഞിട്ടുള്ള രണ്ട് ഫാർമസിസ്റ്റ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്പെൻസിങ്. ഓക്കെ, ഡിസ്പെൻസിങ് മെഡിക്കേഷൻസ്, മരുന്നുകൾ ഔട്ട് പേഷ്യന്റിന് വിതരണം ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ്. അദ്ദേഹം കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം. അദ്ദേഹം എന്താ? ഫോർ ക്വാളിറ്റി കൺട്രോൾ, എന്താ? ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് വേണം ഫോർ ക്വാളിറ്റി കൺട്രോൾ. അപ്പൊ നമ്മൾ ഇവർക്ക് ഓരോരുത്തർക്കും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ആ ഒരു പോസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ബിഫാം ഒക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്, ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഇവരെക്കാളും കുറച്ചും കൂടി ഡിഗ്രി പഠിച്ചതല്ലേ, അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇതായിട്ട് ക്വാളിറ്റി, ഈ മരുന്നുകളുടെ ഒക്കെ മെഡിസിനൊക്കെ അതിന്റെയൊക്കെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട്, ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഒരു ഉയർന്ന പൊസിഷൻ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഉണ്ട്. ഇതും നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇത് ഓരോന്നിന്റെ കീഴിൽ വരുന്ന ഇത്, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആര്? ചീഫ് ഫാർമസിസ്റ്റ്. ഏത് അറ്റ്ലീസ്റ്റ് ഏത് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞായിരിക്കണം? M.Pharm. ആ ടേബിൾ മാത്രം ഒന്ന് നോക്കിയാൽ വെച്ചാൽ മതി. വേറെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ടേബിൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അത് നേരെ നോക്കി അറിയാലോ. ക്ലിയർ അല്ലേ ആ ടേബിള്? ഓക്കെ, ക്ലിയർ ആണല്ലോ. ടേബിൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഏറ്റവും ടോപ്പില് ഡയറക്ടർ, അതിന്റെ കീഴില് സൂപ്രണ്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ്, അതായത് എന്താണ്? സീനിയർ ഫാർമസിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും M.Pharm കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ പല കാറ്റഗറിയിലുണ്ട്. ഒരു ഗ്രൂപ്പ് ഒരു ഫാർമസിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രഗ്സ് മരുന്ന് വിതരണം ചെയ്യുന്ന, അത് ഹാൻഡിൽ ചെയ്യുന്ന ഫാർമസിസ്റ്റ് ഉണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ സപ്ലയറിൽ നിന്ന് മരുന്ന് ഫാർമസിയിൽ എടുക്കാനായിട്ട് ഫാർമസിസ്റ്റ് ഉണ്ട്. പിന്നെ രണ്ട് ഫാർമസിസ്റ്റ് ഡിസ്പെൻസിങ് ആണ്, അതായത് മെഡിസിൻസ് ഔട്ട് പേഷ്യന്റിന് വിതരണം ചെയ്യാനായിട്ട് രണ്ട് ഫാർമസിസ്റ്റ് ഉണ്ട്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ്, അവരെന്താ ചെയ്യുന്നത്? ക്വാളിറ്റി കൺട്രോൾ. അതൊന്ന് നോട്ട് ചെയ്തത് കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ്. അത് പറഞ്ഞല്ലോ, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പ് പ്രൊഫഷണലുകൾ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അത് ഇത്രയേ ഉള്ളൂ. അതിനകത്ത് എന്താണ്? പേഷ്യൻസിന് ബെസ്റ്റ് കെയർ കൊടുക്കുക, നല്ല മെഡിക്കേഷൻസ് അവൈലബിൾ ആക്കുക. ഓക്കെ, മെഡിക്കൽ ഡിവൈസുകൾ, മെഡിക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ, ഇപ്പൊ മരുന്നുകളെ കുറിച്ചാണെങ്കിലും ഒക്കെ ഈ കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്യുക. അവര് ഏതൊക്കെ മെഡിസിൻസ് നമ്മുടെ ഫാർമസിയിൽ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ ഫാർമസിയിൽ നമുക്ക് എന്താ അല്ലെങ്കിൽ മരുന്നുകളെ ലിസ്റ്റ് ചെയ്ത് മാറ്റണം, ഇതൊക്കെ എന്താണ് ചർച്ച ചെയ്യുന്നത് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അപ്പൊ ഇവര് ഈ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഈ ഫാർമസിയിൽ അവിടെ ആപ്ലിക്കബിൾ ആണ് അവരെടുക്കുന്നത്. ഈ കമ്മിറ്റിയുടെ തീരുമാനങ്ങളാണ് ഫാർമസി ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്. അതില് വരുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതും ടിക്കറ്റ് വെച്ചോ. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ചെയർമാനാണ് ഏറ്റവും ടോപ്പില്, അതായത് മെഡിക്കൽ സൂപ്രണ്ട് ആയിരിക്കും ചെയർമാൻ. പിന്നെ അതിനകത്ത് മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സ് ആരൊക്കെ ആവാം? എല്ലാ HOD-മാരും, ഓൾ HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് HOD എന്ന് പറയുന്നത്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ HOD-മാരും മെമ്പർമാരായിരിക്കും. പിന്നെ നേഴ്സിംഗ് സൂപ്രണ്ടന്റ്, നേഴ്സിംഗ് സൂപ്രണ്ടന്റ് മെമ്പർ, അവരും ഈ കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്.
ചീഫ് ഫാർമസിസ്റ്റ് ആണ് ഈ അതിലെ മെമ്പർ സെക്രട്ടറി. അപ്പൊ അത്രയും കാര്യങ്ങൾ ആ ഇതിൽ നിന്ന് നോക്കി വെക്കുക കേട്ടോ. ചെയർമാന് മെഡിക്കൽ സൂപ്രണ്ട് ആയിരിക്കും. മെമ്പേഴ്സ് എല്ലാ HOD-മാരും നേഴ്സിംഗ് സൂപ്രണ്ടും ഇതില് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയില് മെമ്പർമാരായിരിക്കും. ചീഫ് ഫാർമസിസ്റ്റ് ആരാണ്? അത് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ആ ഒരു പൊസിഷൻ വഹിക്കുന്നത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? മെഡിക്കൽ സൂപ്രണ്ടുമാര് വരും, എല്ലാ HOD-കളും വരും, നേഴ്സിംഗ് സൂപ്രണ്ട് വരും, ചീഫ് ഫാർമസിസ്റ്റും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആണ്. ഇതൊക്കെ നേരെ ഡയറക്റ്റ് പഠിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇൻക്ലൂഡ് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതിനകത്ത് വരുന്ന ഫങ്ഷൻസ് ആണ്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാ? ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? കമ്മിറ്റി എന്തൊക്കെയാ ചെയ്യുന്നത്? ഓക്കെ, ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. ഇത് കറക്റ്റ് ചെയ്തത് സ്പെല്ലിങ് തെറ്റാണ് അവിടെ കൊടുത്തേക്കുന്നത്, നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തിടാം കേട്ടോ. ഫോർമുലറി, FORMULARY. Formulary. To prepare of hospital drug formulary. കേട്ടിട്ടുണ്ടോ ഫോർമുലറി എന്ന് പറയുന്നത്? ഫോർമുലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റ് ആണ്, മരുന്നുകളുടെ ഒരു ലിസ്റ്റ്. അപ്പോ ഈ കമ്മിറ്റി എന്താ ചെയ്യുന്നത്? അതിന്റെ ഫംഗ്ഷൻ എന്താ? ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. സ്പെല്ലിംഗ് കിട്ടിയില്ല എല്ലാവർക്കും? ഫോർമുലറി, FORMULARY. ഫോർമുലറി എന്താ മീനിങ് എഴുതി വെച്ച അവിടെ തന്നെ? ഡ്രഗ് ലിസ്റ്റ്. ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റ് ആണ്. ഡ്രഗ് ലിസ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ എന്താ ഈ ഡ്രഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഇപ്പോ ഹോസ്പിറ്റലിലെ ഓരോ ഫാർമസിയിലും ഏതൊക്കെ മരുന്നുകൾ വേണം എന്നുള്ളതൊക്കെ ആ ഒരു ലിസ്റ്റ്, അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടാവും. ആ ഫാർമസിയിൽ കീപ്പ് ചെയ്തേക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്, എത്ര അളവിലുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു ലിസ്റ്റ്, അവിടുത്തെ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഫാർമസിയിൽ ഉണ്ടാവും. അപ്പൊ ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഡ്രഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയില് ഈ മെമ്പേഴ്സ് ഒക്കെ ഉൾപ്പെട്ട് അവരെല്ലാവരും മീറ്റിംഗ് വെച്ചിട്ട് അവര് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇന്ന മരുന്നുകളൊക്കെ ഫാർമസിയിലേക്ക് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഫാർമസിയിൽ വേണം എന്നുള്ളത് ആ ലിസ്റ്റ് തയ്യാറാക്കുന്നത് അവരാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ. കണ്ടോ, മാനുഫാക്ചറർ, ഈ ഡ്രഗ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നില്ലേ, നിർമ്മാതാക്കള്, നിർമ്മിക്കുന്നവര്, ആൻഡ് സപ്ലയർ, വിതരണക്കാര്. പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഡ്രഗ്സ് ഒക്കെ ഫാർമസിയിലേക്ക് സപ്ലൈ ചെയ്യല്ലേ, മെഡിക്കൽ ഡ്രഗുകളൊക്കെ ഇല്ലേ, അവര് അവരുടെ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഫാർമസിയിലേക്ക് വേണ്ട മരുന്നുകളൊക്കെ എന്ത് ചെയ്തു കൊണ്ടു കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ മാനുഫാക്ചറിനെയും സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ. കണ്ടോ, അപ്പൊ മാനുഫാക്ചറർ നിർമ്മാതാവിനെയും സപ്ലയർമാരെയും, ഡ്രഗ്സ് മരുന്നുകൾ കൊണ്ടുവരുന്ന വിതരണക്കാര് സപ്ലയർമാരെയും സെലക്ട് ചെയ്യുക. പിന്നെ എന്താ, മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, ആ സംഭരണ രീതികൾ അതും സെലക്ട് ചെയ്യുക. ഏതൊക്കെ രീതിയിൽ സ്റ്റോർ ചെയ്യണം അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് എന്നുള്ളത്, എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ മരുന്നുകൾ സ്റ്റോർ ചെയ്യാന്നുള്ളത് ഇനി പഠിക്കാനുണ്ട്. മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, അതിന്റെ സംഭരണ രീതികള് എങ്ങനെയാണ്, ഇതെല്ലാം സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് കുറേ സപ്ലയർമാരുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും നമുക്ക് മെഡിസിൻസ് എടുക്കാൻ പറ്റുമല്ലോ. നമുക്ക് വിശ്വസ്തരായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മരുന്നുകൾ കൊണ്ടുവരുന്ന സപ്ലയർമാരുണ്ടാവും അല്ലെ, വിശ്വാസയോഗ്യരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി മെഡിസിൻസ് കൊണ്ടുവരുന്നവര്, കൃത്യമായിട്ട് എത്തിക്കുന്നവര്, അങ്ങനെയൊക്കെ കുറച്ച് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ സപ്ലയർമാരെ മാനുഫാക്ചറിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മറ്റൊരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, പുതിയ പുതിയ ഡ്രഗ്സുകള്, മരുന്നുകള് ആഡ് ചെയ്യുക. ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്, പഴയ ഡ്രഗ്സുകൾ ഡിലീറ്റ് ചെയ്യുക. പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയറി കഴിഞ്ഞ ഡ്രഗ്സും, പിന്നെ അത് കൂടാതെ അതും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അവിടെ. നമുക്ക്
ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് എടുത്തു കളഞ്ഞ മരുന്നുകളില്ലേ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഴയതുകള് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, നിർമ്മാർജ്ജനം ചെയ്യുക. ഓക്കെ. പുതിയ പുതിയ ഡ്രഗ്സുകൾ, ഇപ്പൊ രോഗങ്ങൾ ഓരോ ദിവസം ചെല്ലുന്ന പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ മരുന്നുകൾ അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെ? പുതിയ പുതിയ ടാബ്ലറ്റ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇതൊക്കെ അതനുസരിച്ച് പുതിയ പുതിയ ഡ്രഗ്സുകൾ ഫാർമസിയിലേക്ക് ആഡ് ചെയ്യുക, പഴയത് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇതുപോലെ കമ്മിറ്റിയിൽ അവർ തീരുമാനം എടുത്തിട്ടാണ്, അല്ലാതെ ഒരാൾക്കിടെ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചിട്ട് ഇതിന്റെ അവരവിടെ ചർച്ച ചെയ്തിട്ട് ഇതിന്റെ മരുന്നുകൾ നമുക്ക് ഫാർമസിയിൽ പുതിയ മരുന്നുകൾ കൂടി ഉൾപ്പെടുത്തണം. അവരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് നമ്മൾ പുതിയത് ഉൾപ്പെടുത്തുന്നത്. അതും എന്താണ്, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷനാണ്. To add of new drugs and deletion of old drugs. പഴയ ഡ്രഗ്സുകൾ ഡിലീറ്റ് ചെയ്യുക, പുതിയ മരുന്നുകൾ ആഡ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, drugs to be supplied in OPD, outpatient department. മരുന്നുകൾ സപ്ലൈ ചെയ്യുക, OPD-യിലേക്ക് മരുന്നുകൾ വിതരണം ചെയ്യുക. OPD-യിലേക്ക് മരുന്നുകൾ വിതരണം ചെയ്യുക, മരുന്നുകൾ സപ്ലൈ ചെയ്യുക. Outpatient department, drugs to be supplied in OPD. OPD-യിലേക്ക് മരുന്നുകൾ എന്ത് ചെയ്യുക, എത്തിക്കുക, സപ്ലൈ ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് നെക്സ്റ്റ് പോയിന്റ് നോക്കി, പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. ഫാർമസിയുടെ പോളിസി, നയങ്ങള് രൂപീകരിക്കുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യുക. പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി, ഫാർമസിക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങള് രൂപീകരിക്കുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യുക. ഓരോ പോളിസികൾ ഉണ്ടല്ലോ, പ്രൊസീജിയർ, പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്, അതെന്തൊക്കെയാണെന്നുള്ള ഫോം ചെയ്യുക, രൂപീകരിക്കുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യുക. ഇനി അടുത്തത് ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസി. ഫാർമസിയുടെ ബഡ്ജറ്റ്, അല്ലെ, ഇത്രയും മരുന്നുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിലൊക്കെ അതിൻ്റെതായ ബഡ്ജറ്റ് വേണം. അപ്പൊ ബഡ്ജറ്റ്, നമ്മള് ആ ബഡ്ജറ്റിന്റെ ആവശ്യകതകളും ഒക്കെ എത്രത്തോളം ഇത് വേണം, ബഡ്ജറ്റ് ആവും എന്നുള്ളതൊക്കെ നമ്മൾ ഈ കമ്മിറ്റിയില് ഒരു ഫംഗ്ഷനാണ് ബഡ്ജറ്റ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. ഫാർമസിയിലേക്കുള്ള ബഡ്ജറ്റിന്റെ ആവശ്യങ്ങള്. പിന്നെ അടുത്ത് നോക്കി, ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. To develop drug information system, ഡ്രഗ് മരുന്നുകളുടെ ഇൻഫർമേഷൻ സിസ്റ്റം. ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റാബേസ് ആട്ടോ. നമുക്ക് എല്ലാ മരുന്നുകളും ഇപ്പൊ അറിയാം, എല്ലാ മരുന്നുകളും നമ്മൾ റെക്കോർഡിൽ എഴുതി വെക്കേണ്ട, അതൊക്കെ എല്ലാം സിസ്റ്റത്തിലേക്ക് ആക്കിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ജസ്റ്റ് നമ്മൾ ബിൽ കാർഡ് അതും പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇപ്പൊ നേരെ നമ്മളിപ്പോ ആണെങ്കിൽ ചെന്ന് കഴിയുമ്പോൾ അവര് നോക്കും, അല്ലെ? കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ആ മരുന്ന് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടോ, അല്ലെ, എത്ര എണ്ണം ഉണ്ട്. അതിന്റെ നമ്മൾ സ്റ്റോക്ക് ലെവൽ നോക്കാതെ ബാലൻസ് എത്രത്തോളം ഉണ്ട്, ഓർഡറിനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് കമ്പ്യൂട്ടറിൽ കിട്ടും, അല്ലെ? കമ്പ്യൂട്ടറിലേക്ക് അത് ഡേറ്റ പ്രൊവൈഡ് ചെയ്യണം. കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റ ബേസ് ഓർ പ്ലാറ്റ്ഫോം. ഓക്കെ. നമുക്ക് അന്നത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. To develop drug information system. അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, to check the pharmacy records and the drug quality. ഫാർമസിയിലെ റെക്കോർഡുകൾ ചെക്ക് ചെയ്യുക, എല്ലാ മരുന്നുകളുടെ ലിസ്റ്റ്, അത് നമ്മുടെ സെയിലായി പോയത്, ബാലൻസ് എത്രയുണ്ട്, അങ്ങനെ ഫാർമസിയെ സംബന്ധിക്കുന്ന എല്ലാ റെക്കോർഡ്സുകളും ചെക്ക് ചെയ്യുക. ആൻഡ് ഡ്രഗ് ക്വാളിറ്റി, മരുന്നുകളുടെ ക്വാളിറ്റി പരിശോധിക്കുക, ചെക്ക് ചെയ്യുക. ആൻഡ് ഡ്രഗ് ക്വാളിറ്റി, മരുന്നുകളുടെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള ഇതാണോ, ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താ, ടു മെയിൻറ്റെയിൻ ഓഫ് ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ടു മെയിൻറ്റെയിൻ ഓഫ് ഡ്രഗ്സിന്റെ മരുന്നുകളുടെ സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി കൺട്രോൾ, ഗുണനിലവാര നിയന്ത്രണങ്ങൾ. സ്റ്റാൻഡേർഡ് നിലനിർത്തുക, അല്ലെ? നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല മരുന്നുകളാണെങ്കിലാണ് നമുക്കത് പേഷ്യൻസിന് അത് അത്രയും ഇതാവുള്ളൂ, അല്ലെ? നല്ല കെയർ കൊടുക്കാനും പേഷ്യൻസിന് ബെറ്റർ ക്വാളിറ്റിയിൽ കൊടുക്കുക എന്നുള്ളതൊക്കെ ആ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു എന്താ ഉത്തരവാദിത്വമാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ആ ഡ്രഗിന്റെ സ്റ്റാൻഡേർഡുകള്
ക്വാളിറ്റി കൺട്രോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ്. ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡിസ്പോസ്, ഡിസ്പോസ്, DISPOSE, ഡിസ്പോസ്. എന്താണ് ഡിസ്പോസ്? എന്ത് ചെയ്യാ? ഡിസ്പോസ് ഒഴിവാക്കുക, നീക്കം ചെയ്യുക, മാറ്റുക എന്നൊക്കെ ഉള്ള മീനിങ് അല്ലെ. അപ്പൊ എക്സ്പയറി ഡ്രഗ്സ് എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ലേ? അത് കഴിഞ്ഞ് മരുന്നുകൾ നമുക്ക് ഫാർമസിയിൽ കീപ്പ് ചെയ്യാൻ പാടില്ല. ഫാർമസിന്നല്ല ഒരിടത്തും കീപ്പ് ചെയ്യാൻ പാടില്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ. അപ്പൊ എക്സ്പയറി ആ ഡ്രഗ്സ് എന്ത് ചെയ്യുക? ഡിസ്പോസ് ചെയ്യുക, നീക്കം ചെയ്യുക, അല്ലെങ്കിൽ മാറ്റി വെക്കുക. ഓക്കെ, ശരിയാണ്. ഉറങ്ങാണ് എല്ലാവരും ഇരുന്ന? ആണോ? ചൂടൊക്കെ കാരണം ക്ലാസ്സിലുണ്ടോ? ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞത് എന്താണ്? നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈ ഫങ്ഷൻ ആണ്. ഇവിടെ മെസ്സേജ് ചെയ്തിട്ടോരൊന്നും ഉറങ്ങാനുള്ള അല്ലെ? ഓക്കെ, കുറച്ചു നേരത്തെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട. ഇനി അഥവാ അങ്ങനെ ഫങ്ഷൻസ് ഒന്നും അധികം അങ്ങനെ ചോദിക്കാറില്ല, എങ്കിലും നമ്മള് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പോളിസിന്റെ അഥവാ ഏതെങ്കിലും തന്നിട്ട് ഫാർമസി ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തതല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ബൈ ഹാർട്ട് ചെയ്ത് ആരും പഠിക്കണ്ട, 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കാം നിങ്ങൾ ഈ പോയിന്റ്സ്. അപ്പൊ നമ്മള് തന്നെ നമുക്ക് ആ പോയിന്റ് ആൻസർ ഉണ്ടല്ലോ ഓൾറെഡി, നമുക്ക് ആൻസർ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് തന്നെ വന്നോളും. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതൊക്കെ പഠിക്കണം. ഇപ്പൊ നമ്മൾ ആ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് പഠിക്കണം. പിന്നെ ആ ഫ്ലോ ചാർട്ട് പഠിക്കണം. പിന്നെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ എണ്ണം അത് ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കണം. അത് ചോദിക്കാറുണ്ട്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഫങ്ഷൻസ് പറഞ്ഞ? ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഫോർമുലറി എന്ന് പറഞ്ഞ ഡ്രഗ് ലിസ്റ്റ് ആണ്. മരുന്നുകളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. മാനുഫാക്ചറിനെ, സപ്ലയറിനെ, പ്രൊക്യൂർമെന്റ് സംഭരണ രീതികൾ ഇതെല്ലാം സെലക്ട് ചെയ്യുക. പുതിയ പുതിയ ഡ്രഗ്സുകള് ഫാർമസിയിലേക്ക് ആഡ് ചെയ്യുക. പഴയ ഓൾഡ് ഡ്രഗ്സിനെ ഡിലീറ്റ് ചെയ്യുക. പിന്നെ OPD-യിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ സപ്ലൈ ചെയ്യുക. പിന്നെ പോളിസി ഫോമിംഗ്, ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിങ്, ഫാർമസിയുടെ നയങ്ങൾ രൂപീകരിക്കുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യുക. പിന്നെ ബഡ്ജറ്റ് ഡിമാൻഡ്, ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റിന്റെ ആവശ്യം. പിന്നെ ഹോസ്പിറ്റൽ ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. പിന്നെ ടു ചെക്ക് ഓഫ് ഫാർമസിയിലെ റെക്കോർഡുകള്, മരുന്നുകളുടെ ക്വാളിറ്റി ഇതെല്ലാം ചെക്ക് ചെയ്യുക. പിന്നെ അടുത്ത് ഡ്രഗിന്റെ സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി കൺട്രോള് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. എക്സ്പയറി ഡ്രഗ്സുകൾ ഡിസ്പോസ് ചെയ്യുക, നീക്കം ചെയ്യുക, നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെങ്കിൽ മാറ്റുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഫങ്ഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫോർമുലറി. ഫോർമുലറി എന്താണ്? ഫോർമുലറിയുടെ മീനിങ് എന്താണ്? ഫോർമുലറി നോക്കിയില്ലേ? ഓക്കെ, എന്ത് ലിസ്റ്റാ? എന്തിന്റെ ലിസ്റ്റാ? ഓക്കെ, വെരി ഗുഡ്. ശരി, ഡ്രഗ് ലിസ്റ്റ്, മരുന്നുകളുടെ ലിസ്റ്റ് ആണ് കേട്ടോ. ഡ്രഗ് ലിസ്റ്റ്, മരുന്നുകളുടെ ലിസ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറയുന്നത്. ഇനി 4 പോയിന്റ്സ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി എന്നുള്ളത് പറഞ്ഞേക്കുന്നത്? No hospital pharmacy can perhaps stock every medication that it is concerned doctor may want to prescribe for their patients who are hospitalized. എന്താ പറഞ്ഞേക്കുന്നത്? No hospital pharmacy can perhaps stock every medication. നിങ്ങൾക്ക് നോക്കി അറിയാം, എന്തായാലും ഹോസ്പിറ്റലിലെ ഫാർമസിയില് എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ? എല്ലാ മരുന്നുകളും ഫാർമസിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ദാറ്റ് ഈസ് കൺസേൺഡ് ഡോക്ടർ മേ വാണ്ട് ടു പ്രിസ്ക്രൈബ് ഫോർ ദെയർ പേഷ്യന്റ് ഹു ആർ ഹോസ്പിറ്റലൈസ്ഡ്. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അവിടെ ആ പേഷ്യന്റിന്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന
എല്ലാ മരുന്നുകളും ഹോസ്പിറ്റലിലെ ഫാർമസിയില് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ ചെല്ലുമ്പോ എല്ലാ മരുന്നുകളും ഉണ്ടാവോ? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, നമ്മൾ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞിട്ട് ഫാർമസിയിൽ മരുന്ന് മേടിക്കാൻ വരുമ്പോ എല്ലാ മരുന്നുകളും ഫാർമസിയിൽ നിന്ന് തന്നെ കിട്ടാറുണ്ടോ? എല്ലാ മരുന്നും കിട്ടാറുണ്ടോ? ഇപ്പൊ ഡോക്ടർ അല്ലാതെ ആണെങ്കിലും, ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മരുന്നുകൾ ഡോക്ടർ എഴുതുമ്പോ എന്തെങ്കിലും പുറത്തേക്ക് ഉണ്ടാവില്ലേ? അപ്പൊ അവര് പറയും ഇത് ഇവിടെയുള്ളൂ, ഇത് പുറത്തുനിന്ന് മേടിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഡോക്ടർ അപ്പൊ തന്നെ വേറെ ചീട്ടിൽ എഴുതി തരും അല്ലെ, ഇത് പുറത്തേക്ക് എഴുതിയതാണ്, ഈ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഈ ഓയിൻമെന്റ് പുറത്തുനിന്ന് മേടിക്കണം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? എല്ലാ മരുന്നുകളും കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മരുന്നുകളുടെ സ്റ്റോക്ക് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടാവില്ല. എന്തോരം മരുന്നുകളാ അല്ലെ? ഇപ്പൊ ഒരു ഇതിന് തന്നെ ഒരു ഡോക്ടർ എഴുതണം തന്നെ അവന് വേറെ ഡോക്ടർ എഴുതണേ അല്ലെ? ഡോക്ടേഴ്സിന് അനുസരിച്ച് അവര് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന മരുന്നുകൾ ഉണ്ടാവും അല്ലെ? ഇപ്പൊ പനിയായിട്ട് തന്നെ നമ്മൾ രണ്ടിടത്ത് നിങ്ങൾക്ക് തന്നെ ഇതുണ്ടാവും, അനുഭവം ഉണ്ടാവും. ഈ കൂട്ടത്തില് പിള്ളേരെ കൊണ്ട് പനി അടിച്ചത് ഇപ്പൊ ഒരു ഡോക്ടറിനെ കാണിച്ച ആ ഡോക്ടർ പനിക്ക് എഴുതിയ മരുന്ന് ആവില്ല വേറെ ഡോക്ടർ എഴുതുന്നത്. ശരിയല്ല? ഒരാളിപ്പോ പാരസെറ്റമോൾ എഴുതുവാണെങ്കിൽ വേറെ ഡോൾ എഴുതും അല്ലെ? ആ ഡോക്ടർമാരുകൾ അനുസരിച്ച് കുറച്ച് രണ്ടുപേരും എഴുതുന്ന പനിയുടെ മരുന്നാണെങ്കിലും അതില് എന്താ പറയാ കമ്പനി വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഇല്ലേ? അങ്ങനെയുള്ള ഒരു അനുഭവം ഇല്ലേ നിങ്ങൾക്ക്? ഇപ്പൊ എല്ലാ ഡോക്ടറും ഒരേ സെയിം മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ആ ഡോക്ടർ എന്താണോ എഴുതണം അതിന്റെ അടുത്തൊക്കെ ആയിരിക്കും, അതിനോട് ചേർന്നുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ ആയിരിക്കും ആ മരുന്ന് കൂടുതൽ കിട്ടണേ അല്ലേ? അപ്പൊ ആ സ്ഥിരമായിട്ട് ആ ഡോക്ടർ അത് എഴുതണേന്ന് അവർക്കറിയാം. അപ്പൊ ആ മരുന്നുകളായിരിക്കും കൂടുതൽ അവരവിടെ കൊണ്ടുവയ്ക്കണേ. നമുക്കും അനുഭവം ഉണ്ടായിട്ടില്ലേ ഇങ്ങനെ? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പിള്ളേരെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിയുമ്പോൾ ആ ഡോക്ടർ എഴുതുന്ന മരുന്ന്, ഇപ്പൊ എന്റെ വീട് ഇവിടെയല്ല, എന്റെ വീട് മൂവാറ്റുപുഴയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ പറവൂരിന്ന് ഈ ഡോക്ടർ എഴുതിയിട്ടാണ് മരുന്ന്. ഇപ്പൊ ചാൻസിന് എനിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ പെട്ടെന്ന് വയ്യാതെ മേടിക്കണമെങ്കിൽ അവിടെ മെഡിക്കൽ സ്റ്റോറിൽ ഈ ഡോക്ടർ എഴുതിയ സെയിം മരുന്ന് ഉണ്ടാവാറില്ല. അതിന്റെ വേറെ ഉണ്ടാവും, പക്ഷെ ചില ഡോക്ടേഴ്സ് എഴുതുന്നത് ആ ലോക്കലിലൊക്കെ ആയിരിക്കും കൂടുതൽ കിട്ടുന്നത് അല്ലെ? അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇത്രയും ഇവിടെ പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയില് ഡോക്ടർ എഴുതുന്ന ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ മരുന്നുകളും ഫാർമസിയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല. അതായത് എല്ലാ മരുന്നുകളും സ്റ്റോർ ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ ഫാർമസിക്ക് പറ്റില്ല. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഇപ്പൊ ഡ്രഗ് ലിസ്റ്റില് അതായത് അതാണ് ഡ്രഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ ഡ്രഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിൽ കുറെ മരുന്നുകൾ ഉണ്ടാവും. ആ മരുന്നുകളായിരിക്കും അവിടുത്തെ ഫാർമസിയിൽ ഉള്ളത്. അല്ലെങ്കിൽ ആ ഫാർമസിയിലുള്ള മരുന്നുകൾ ആണ് ഡ്രഗ് ലിസ്റ്റ്, ഫാർമസിയിലെ ഡ്രഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാ മരുന്നും ഉൾപ്പെടുത്താനായിട്ട് ഹോസ്പിറ്റൽ ഫാർമസിക്ക് പറ്റില്ല. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത് നോക്കി. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഫാർമസി സ്റ്റോക്ക്. കണ്ടോ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ്, ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയില് എന്തുണ്ട്? കൺസിസ്റ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻ ഹോസ്പിറ്റൽ ഫാർമസി സ്റ്റോക്ക്. ആ ഹോസ്പിറ്റൽ ഫാർമസിയില് സ്റ്റോക്ക് ഉള്ള മരുന്നുകളുടെ ലിസ്റ്റ് ആ കമ്മിറ്റിയില്, അതിന്റെ ലിസ്റ്റ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും, ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ മരുന്നുകൾ ആ ഫാർമസിയിലുണ്ട് അതിന്റെ ഒരു ലിസ്റ്റ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് അറിയാം ഏതൊക്കെ മരുന്നുകളുണ്ട് എന്നുള്ളത് അറിയാം. ആ ഒരു ഫാർമസിയുടെ സ്റ്റോക്ക്, ആ ഹോസ്പിറ്റൽ ഫാർമസിയുടെ സ്റ്റോക്ക് ലിസ്റ്റ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട്. എലോങ് വിത്ത് എന്തിന്റെ ഒപ്പം? ഇൻഫർമേഷൻ അബൌട്ട് ദ ഈച്ച് മെഡിക്കേഷൻ, ഓരോ മരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങളുടെ ഒപ്പം. അതിനകത്ത് ലിസ്റ്റ് മരുന്നുകൾ മാത്രമല്ല, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ആ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ ഉള്ളതിന്റെ ആ മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ, ആ മരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങളോടുകൂടി ഉൾപ്പെടുന്ന ഹോസ്പിറ്റൽ ഫാർമസിയില് സ്റ്റോക്ക് ചെയ്യുന്ന മരുന്നുകളുടെ ലിസ്റ്റ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതിനും ഉണ്ട്. ഇനി the committee that collects the information about the hospital pharmacy meets regularly to make changes as necessary. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇനി ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ് പറഞ്ഞില്ലേ, ആ ഡ്രഗ് ലിസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങള്
ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ, വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് കമ്മിറ്റി പതിവായിട്ട് എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു, അവര് യോഗം കൂടുന്നു. അതാ പറഞ്ഞു. ഇപ്പൊ പുതിയ പുതിയ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന്റെ അനുസരിച്ച് അതിനനുസരിച്ചുള്ള മരുന്നുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഫാർമസിയിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ഈ കമ്മിറ്റിയിൽ അവര് യോഗം കൂടിയിട്ടാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പൊ അവർ ആലോചിച്ചിട്ട് ഇന്ന മരുന്നും കൂടി നമ്മൾ ഫാർമസിയിലേക്ക് കൊണ്ടുവരണം. ഓക്കെ. അപ്പൊ എന്താ അവിടെ പറഞ്ഞേക്കുന്നത്, ഹോസ്പിറ്റലില് ഡ്രഗ് ലിസ്റ്റിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പതിവായിട്ട് യോഗം ചേരുന്നുണ്ട്. അപ്പൊ മരുന്നുകൾ ഉൾപ്പെടുത്തുന്നതാവട്ടെ, അല്ലെങ്കിൽ അത് നമുക്ക് അത് നിർമ്മാർജ്ജനം ചെയ്യണം, അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് ഫാർമസിന്ന് ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ട മരുന്നുകളാണെങ്കിലും അവര് ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റില് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പതിവായിട്ട് യോഗം ചെയ്യുന്നു. അപ്പൊ ആ കമ്മിറ്റിയിൽ അവര് മെമ്പേഴ്സ് എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു, അവിടെ ഡിസ്കസ് ചെയ്തിട്ടാണ് അതിന് എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വരുത്തേണ്ടത്, ഡ്രഗ് ലിസ്റ്റിലേക്ക് ഇനി മരുന്നുകൾ ഉൾപ്പെടുത്തണോ, അല്ലെങ്കിൽ ഇതിന്റെ മരുന്നുകൾ ഡിസ്പോസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ഒരു മീറ്റിംഗിലൂടെയാണ്. ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി ടു ഫൈൻഡ് ഔട്ട് which medication the hospital has available to treat a given symptoms or condition. അടുത്ത നോക്കിയേ, ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി. ഇനി ഡോക്ടേഴ്സും ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടേഴ്സും ഈ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ടു ഫൈൻഡ് ഔട്ട് which medication the hospital has available to treat a given symptoms or condition. ഈ സിംറ്റംസ് അല്ലെങ്കിൽ ആ പേഷ്യന്റ് ഈ കണ്ടീഷനിൽ നമുക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകള് ആ ഫാർമസിയിൽ ഉണ്ടോ, അത് ഫാർമസിയിൽ ഉണ്ടോ എന്ന് കണ്ടെത്താനും, ടു ഫൈൻഡ് ഔട്ട് which medication, ഏത് മരുന്നാണ് ഹോസ്പിറ്റലിൽ അവൈലബിൾ. അപ്പൊ ഇപ്പൊ നമ്മള് ഡോക്ടർ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ മരുന്ന് നമുക്ക് എന്താ ആ ഡ്രഗ് ലിസ്റ്റിൽ നോക്കിയിട്ട് ആ ഹോസ്പിറ്റലിൽ ആ മരുന്ന് അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ടാണ് ഡോക്ടർ എന്ത് ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. മനസ്സിലാവല്ലേ? ഇപ്പൊ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് അവിടെ ഫാർമസിയിലോ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ പേഷ്യൻസിന് മേടിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡ്രഗ് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ടു ഫൈൻഡ് ഔട്ട് which medication the hospital has available to treat a given symptoms or condition. ആ സിംറ്റംസിന് അല്ലെങ്കിൽ ആ ഡിസീസിന് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കേഷൻ ഏതാണ്, മരുന്ന് ഏതാണെന്ന് കണ്ടെത്താനും ഡോക്ടേഴ്സ് ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം നോക്കിയേ, they also check it. ഇനി അതുകൂടാതെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എന്താ? ടു എൻഷുർ ദാറ്റ്. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പിക്കുക. എൻഷുർ ചെയ്യുക, ഉറപ്പിക്കുക. ടു എൻഷുർ ദാറ്റ് they do not prescribe medication that can cause perilous. അതൊന്ന് എഴുതി വെച്ച്, പെരിലസ്. പെരിലസ് ആട്ടോ, PERILOUS. പെരിലസ് എന്ന് വെച്ചാൽ അപകടകരമായ മീനിങ് കേട്ടോ. പെരിലസ്, പെരിലസ് അപകടകരമായ. പെരിലസ് interaction with the other medication. എന്താ? ഇനി ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഡോക്ടർ എന്തിനാ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്? അപ്പൊ ആ സിംറ്റംസിന് ട്രീറ്റ് ചെയ്യാനുള്ള മരുന്ന് ആ ഹോസ്പിറ്റൽ ഫാർമസിയിൽ അവൈലബിൾ ആണോ, ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടർ ഈ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞേക്കുന്നത് എന്താണ്? ഈ മറ്റുള്ള മരുന്നുകളുമായിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള ഇടപെടലുകൾക്ക് കാരണമായേക്കാവുന്ന മരുന്നുകൾ എന്ത് ചെയ്യുന്നില്ല, അവര് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനും ഡ്രഗ് ലിസ്റ്റ് അവര് പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇന്ന മരുന്നുകൾ കൂടി ഇങ്ങനെ ഇതാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക അവര്. അപ്പൊ ഇത്രയേ ഉള്ളൂ, മറ്റു മരുന്നുകളുമായിട്ട് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടകരമായ അവസ്ഥ
അങ്ങനെയുള്ള അതിന് കാരണമാകുന്ന മരുന്നുകളൊന്നും അവര് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതിനും ഡോക്ടേഴ്സ് ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. മറ്റു മരുന്നുകളുമായിട്ട് ഒരു അപകടകരമായ ഇടപെടലുകൾക്ക് കാരണമാകുന്ന മരുന്നുകളൊന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനും എന്ത് ചെയ്യുന്നു, ഡ്രഗ് ലിസ്റ്റ് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് ചാൻസ് ആണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ എന്താ പറഞ്ഞേ, ആ സിംറ്റംസിന് ട്രീറ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻ ഫാർമസിയിൽ ഉണ്ടോ, അപ്പൊ ആ ലിസ്റ്റിൽ നോക്കി അറിയാം അല്ലെ, ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകളോ ഉള്ളത് നോക്കിയിട്ട് അതനുസരിച്ചുള്ള മരുന്ന് ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞേക്കുന്നത്, മറ്റു മരുന്നുകളുമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള ഒരു അതിന്റെ അപകടകരമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള അതിന് കാരണമാകുന്ന മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനും ഈ ഡോക്ടേഴ്സ് ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഈ ലാസ്റ്റ് നാലാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നേ, the committee select the medication based on their effectiveness, their cost and the need for them at each particular hospital. Last line ഒന്ന് underline ചെയ്തിട്ടേ, ലാസ്റ്റ് സെന്റൻസ് പഠിക്കണമെന്നില്ല കേട്ടോ. എന്താണ്, the committee select the medication. ഇനി കമ്മിറ്റി ഈ മരുന്നുകൾ എങ്ങനെ സെലക്ട് ചെയ്യണേ, എന്തിനെ ബേസ് ചെയ്താ, based on their effectiveness, അതിന്റെ ഫലപ്രാപ്തി അല്ലെ. നല്ല നല്ല മരുന്നുകളൊക്കെയാണ് അല്ലെ എപ്പോഴും അതാണ് പിന്നെ പേഷ്യൻസിന് ഉപയോഗിക്കുള്ളൂ. അവർക്ക് കഴിച്ചു കഴിയുമ്പോ അവരുടെ അസുഖം പെട്ടെന്ന് മാറാനും അല്ലെ അതിനൊരു എന്താ പറയാ, അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഇത് കിട്ടുന്ന രീതിയിലുള്ള മരുന്നുകളല്ലേ ഉപയോഗിക്കുള്ളൂ. The committee select the medication. ഈ കമ്മിറ്റി മരുന്നുകൾ സെലക്ട് ചെയ്യണ എന്തിനു ബേസ് ചെയ്തിട്ടാ, based on their effectiveness, ഇതിന്റെ ഫലപ്രാപ്തി, their cost, ഇതിന്റെ കോസ്റ്റ് നോക്കും, and the need for them at each particular hospital. ആ പർട്ടിക്കുലർ ഹോസ്പിറ്റലില് ആ മരുന്നിന്റെ ആവശ്യകത. ചില ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും അല്ലെ, അപ്പൊ അതിന്റെ ആവശ്യകത. ഇപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ ഹോസ്പിറ്റലുകളൊക്കെയാണ് എന്തെങ്കിലും പ്രത്യേക ഫോക്കസ് ചെയ്തൊക്കെ ആണെങ്കിൽ ആ ഫാർമസിയിൽ എന്തായാലും എന്താ, ഒരു കണ്ണിന്റെ ഹോസ്പിറ്റലാണ്, ഐ ഹോസ്പിറ്റലാണ്. ഇപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ കണ്ണുകളുമായിട്ട് കണ്ണിന് രോഗമാകുമ്പോഴല്ലേ അവിടെ പോണത്, സ്പെഷ്യലാണ്. അപ്പൊ അവിടെ ആ കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളും അതിനുള്ള മരുന്നുകൾ എന്തായാലും അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. മറ്റ് ജനറൽ ആയിട്ടുള്ള മരുന്നുകൾ കുറവാണെങ്കിൽ പോലും അവിടുത്തെ ഫാർമസിയിൽ എന്ത് വേണം, ഈ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള മരുന്നുകൾ ആവശ്യമായിരിക്കും. അപ്പൊ എന്താ പറയുന്നത്, ഇവര് ഹോസ്പിറ്റൽ ഫാർമസി എങ്ങനെയാണ് എടുക്കുന്നത്, മെഡിക്കേഷൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടാ, അത് എഫക്റ്റീവ്നെസ്, കോസ്റ്റ്, പിന്നെ ആ പർട്ടിക്കുലർ ഹോസ്പിറ്റലിന് ആ മരുന്നിന്റെ ആവശ്യകത. മൂന്നെണ്ണം അണ്ടർലൈൻ ചെയ്തിട്ടാ. ഓക്കെ, മൂന്ന് വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടാ, എഫക്റ്റീവ്നെസ്, their cost and the need for them at പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലില് അതിന്റെ ആവശ്യകത, മരുന്നിന്റെ ആവശ്യകത, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കമ്മിറ്റി മെഡിക്കേഷൻസ് സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 4 പോയിന്റ്സ് ക്ലിയർ ആയോ? ഡ്രഗ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയോ? എല്ലാ പോയിന്റ്സ് ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? മെസ്സേജ് ചെയ്തിടാനുള്ള താമസമാണോ, അത് ക്ലിയർ ആവാത്തത് കൊണ്ടാണോ മിണ്ടാത്തെ? ഓക്കെ അല്ലേ? തമ്പിടാനായിട്ട് അധികം സമയം വേണം. 2 പേരൊക്കെ തമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം. എന്താണ് ഒന്നാമത്തെ പോയിന്റ് പറയണോ? 1, 2, 3 ഒന്ന് കൂടി പറയാമോ? ഓക്കെ, ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഹോസ്പിറ്റൽ ഫാർമസിയില് നമുക്ക് എല്ലാ തരത്തിലുള്ള മരുന്നുകളും സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലാണ്, അപ്പൊ ആ ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ മരുന്നുകളുടെയും ആ ഫാർമസിയിൽ ഉണ്ടാവില്ല. അങ്ങനെ എന്ന് വെച്ചാൽ എന്തോ ഒരു മരുന്നുകളാണല്ലേ, അപ്പൊ എല്ലാ മരുന്നും, ലോകത്തിലുള്ള എല്ലാ മരുന്നും സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഫാർമസിക്ക് പറ്റുമോ? ഇപ്പൊ ഞാനതിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ജനറൽ ഹോസ്പിറ്റൽ, നമ്മളിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മരുന്നും ആ ഫാർമസിയിൽ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ?
കിട്ടാറുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും നിങ്ങൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാ മരുന്നും എല്ലാവർക്കും കിട്ടാറുണ്ടോ? എനിക്കൊന്നും കിട്ടാറില്ല. ഞാൻ പോയിട്ട് ഇപ്പൊ എത്ര മരുന്നുകളാണ് ഡോക്ടറിന്റെ ഈ എന്താ മരുന്ന് എടുക്കുമ്പോ അവര് സിസ്റ്റർ പറയും ഈ ഓൾമെന്റ് ഇവിടെ ഇല്ല കേട്ടോ, അത് പുറത്തുനിന്ന് മേടിക്കണം. നിങ്ങളോടൊന്നും പറയാറില്ലേ? അത് നിങ്ങൾ പോണം ആ ഹോസ്പിറ്റലിൽ ഏതാന്ന് പറയാം, നമുക്ക് പോയി കാണാലോ. എല്ലാ മരുന്നുള്ള ഇത് അങ്ങനെ ഉണ്ടാവും, പറയാറുണ്ട്. അതെ, രേഷ്മ സത്യമായിട്ട് ഇട്ടു. യെസ്, പറയാറുണ്ട് അല്ലെ? നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള. അപ്പൊ ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നവര്, എല്ലാ മരുന്നുകളും ഹോസ്പിറ്റലില് ഫാർമസിയില് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാ മരുന്നുകളും സ്റ്റോർ ചെയ്യാൻ ഹോസ്പിറ്റൽ ഫാർമസിക്ക് പറ്റില്ല. മനസ്സിലായോ? അതായത് കുറച്ച് മരുന്നുകളൊക്കെ അവിടെ ഉണ്ടാവില്ല, അപ്പൊ അവരത് പുറത്തേക്ക് എഴുതും അല്ലെ? ഒരു സ്ലിപ്പ് എഴുതിയിട്ട് എഴുതണം, ഇത് പുറത്തുനിന്ന് വാങ്ങണം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എല്ലാ മരുന്നുകളും സ്റ്റോർ ചെയ്യാൻ ഹോസ്പിറ്റൽ ഫാർമസിക്ക് പറ്റില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയില് എന്താ ഉള്ളത്? ഹോസ്പിറ്റൽ ഫാർമസിയില് സ്റ്റോക്ക് ചെയ്തേക്കുന്ന മരുന്നുകളില്ലേ, അതിന്റെ ലിസ്റ്റും ഉണ്ടാവുള്ളൂ. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ്, അതിലെന്താ ഉൾപ്പെടുന്നേ? ഹോസ്പിറ്റൽ ഫാർമസിയില് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മരുന്നുകൾ. അതെന്താ? along with the information about the each medication, ഓരോ മരുന്നുകളുമായിട്ട് മരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഡ്രഗ് ലിസ്റ്റ് അല്ലെങ്കിൽ ഫാർമസിയിലെ സ്റ്റോക്ക്, അത് അല്ല ഒരു മരുന്നുകളുടെ സ്റ്റോക്ക് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടാകും. മനസ്സിലായോ? ഓരോ മരുന്നിനെ കുറിച്ചും ഉള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ്, ഈ ഹോസ്പിറ്റൽ ഫാർമസിയിലുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലുണ്ട്. ഓക്കെ, അപ്പൊ കമ്മിറ്റിയിലെ മെമ്പേഴ്സിനൊക്കെ അറിയാൻ പറ്റും, എല്ലാവർക്കും അറിയാം എത്രയൊക്കെ മരുന്നുകള് ഈ ഫാർമസിയിൽ സ്റ്റോക്ക് ഉണ്ടെന്ന്. അതായത് ഫാർമസിയിലുള്ള ആ സ്റ്റോക്ക്, ഹോസ്പിറ്റൽ ഫാർമസിയിലെ സ്റ്റോക്കുള്ള ആ മെഡിക്കേഷൻസിന്റെ ഒരു ലിസ്റ്റ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലുണ്ട്. ഓക്കെ, ഇനി ഈ കമ്മിറ്റി എന്ത് ചെയ്യുന്നു? ഈ കമ്മിറ്റി ഇനി ലിസ്റ്റ് അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. ഇനി പുതിയ പുതിയ മരുന്നുകള് നമ്മൾ ഫാർമസിയിലേക്ക് ഉൾപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസിയിലുള്ള ഏതെങ്കിലും മരുന്നുകളൊക്കെ നീക്കം ചെയ്യുന്നതിനോ, അതാ പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റലില് ഡ്രഗ് ലിസ്റ്റില് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് എന്ത് ചെയ്യുന്നു? ഈ കമ്മിറ്റി പതിവായിട്ട് യോഗം ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു. ഈ ഡ്രഗ് ലിസ്റ്റില് നമുക്ക് അതിന്റെ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റില്ല. ആ കമ്മിറ്റി അറിയാതെ ഒന്നും നടക്കൂല അവിടെ. ആ ഡ്രഗ് ലിസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ കമ്മിറ്റി എന്ത് ചെയ്യുന്നു? പതിവായിട്ട് മീറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ആ കമ്മിറ്റിയില് അവര് അതിനകത്ത് മെമ്പേഴ്സ് പഠിച്ചല്ലോ നമ്മൾ, അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് പുതിയ മരുന്നുകൾ എന്തെങ്കിലും ഫാർമസിയിലേക്ക് കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ അവിടെയുള്ള മരുന്നുകൾ എന്തെങ്കിലും നീക്കം ചെയ്യണമെങ്കിലോ ഒക്കെ എന്താണ് ആ കമ്മിറ്റി അവിടെ യോഗം കൂടി അവർ മീറ്റ് ചെയ്ത് അവർ തീരുമാനിച്ചിട്ടാണ് ആ ഒരു തീരുമാനം എടുക്കുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും ക്ലിയർ ആയോ? ഒരാൾ യെസ്. ഇപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയിലെ സ്റ്റോക്കുള്ള മരുന്നുകളുടെ ലിസ്റ്റ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലുണ്ട്. ഒന്നുകൂടി പറയാമോ? ഓക്കെ, ഞാൻ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? അതായത് ഹോസ്പിറ്റൽ ഫാർമസിയില് സ്റ്റോക്കുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലുണ്ട്. അത് മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ് ഈ ആ ഡ്രഗ് ലിസ്റ്റില് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, അതായത് പുതിയ മരുന്നുകൾ ആ ഡ്രഗ് ലിസ്റ്റിലേക്ക് ഫാർമസിയുടെ ഡ്രഗ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും മരുന്നുകളൊക്കെ ഒഴിവാക്കുന്നതിനോ, അതാണ് ഇവിടെ പറഞ്ഞിരുന്നത് ഡ്രഗ് ലിസ്റ്റില് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ കമ്മിറ്റി എന്ത് ചെയ്യുന്നു? പതിവായിട്ട് യോഗം ചേരുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ഇനി ഹോസ്പിറ്റൽ ഈ ഡോക്ടർ എന്തിനാണ്
ഈ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. കണ്ട മനസ്സിലായവരൊക്കെ ലെഫ്റ്റ് ആയി പോകണ്ട കേട്ടോ, അവർക്ക് പിന്നെ പിന്നെ കേട്ട് ബോറടിക്കണ്ട. ഓക്കെ, ഈ ഡോക്ടേഴ്സ് എന്തിനാണ് ഈ നമ്മളെ ഈ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ആ ഡോക്ടർ എഴുതുന്ന ആ ഒരു സിംറ്റംസിന് അല്ലെങ്കിൽ രോഗത്തിന് ഡോക്ടർ എഴുതുന്ന മരുന്ന് ആ ഫാർമസിയിൽ ഉണ്ടോ എന്ന്, അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കും ഡോക്ടർ. Okay, to find out which medication the hospital has available to treat a given symptoms or condition. മനസ്സിലായോ? ആ ഹോസ്പിറ്റൽ ആ ഡോക്ടർ എഴുതുന്ന മരുന്ന് ആ ഫാർമസിയിൽ ഉണ്ടോ എന്ന് ആ ഡ്രഗ് ലിസ്റ്റ് നോക്കി അറിയാൻ പാടില്ലേ? ഫാർമസിയിലുള്ള മരുന്നുകള്, ഡോക്ടർ എഴുതുന്ന മരുന്നുകള് ആ ഹോസ്പിറ്റൽ ഫാർമസിയിൽ അവൈലബിൾ ആണോ എന്ന് നോക്കാൻ ഡോക്ടർ എന്ത് ചെയ്യുന്നു? ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കും. പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ? ദേ ഓൾസോ ചെക്ക്, വീണ്ടും പിന്നെ എന്തിനാ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്ന ഡോക്ടർ? അതായത് മറ്റുള്ള മരുന്നുകളുമായിട്ട് എന്തെങ്കിലും ഒരു അപകടകരമായ സൈഡ് എഫക്ട്സ് പോലെ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള ഇടപെടലുകൾക്ക് കാരണമാകുന്ന മരുന്നുകളൊന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, ഈ മരുന്ന് കൂടി കഴിച്ച വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റു മരുന്നുകൾക്കുമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള ഇടപെടലുകൾക്ക് കാരണമാകുന്ന മരുന്നുകളൊന്നും പറയാട്ടോ, മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല എന്ന് ഉറപ്പാക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ആരാ ചോദിച്ചത്? പെരിലസ് എന്നുള്ളതിന്റെ മീനിങ് ചോദിച്ചിട്ടുണ്ട്. പെരിലസ് എന്ന് പറഞ്ഞാൽ അപകടകരമായ, പെരിലസ് അപകടകരമായിട്ടുള്ള. ഓക്കെ, പിന്നെ അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? ലാസ്റ്റ് പോയിന്റില് കമ്മിറ്റി സെലക്ട് മെഡിക്കേഷൻ ബേസ്ഡ് ഓൺ ദർ, എന്തിനു ബേസ് ചെയ്തിട്ടാ മരുന്നുകള് കമ്മിറ്റി സെലക്ട് ചെയ്യുന്നത്? എഫക്റ്റീവ്നെസ്, ദർ കോസ്റ്റ് ആൻഡ് നീഡ് them at each particular hospital. particular hospital ഈ മരുന്നിന്റെ ആവശ്യകത, അതിന്റെ കോസ്റ്റ്, എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, ഇതെല്ലാം നോക്കിയിട്ടാണ് കമ്മിറ്റി മെഡിക്കേഷൻ സെലക്ട് ചെയ്യുന്നത്. ഏതൊക്കെ മരുന്നുകൾ നമ്മുടെ ഫാർമസിയിലേക്ക് വേണം, ഏതൊക്കെ ഉൾപ്പെടുത്തണം, അല്ലെ? ആ ഹോസ്പിറ്റലിലെ ആ മരുന്നിന്റെ ആവശ്യകത അനുസരിച്ച് വേണ്ട സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് മരുന്നുകൾ സെലക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തതില് ഒരു 2 പോയിന്റ് നമുക്ക് പറഞ്ഞിട്ട് ക്ലാസ് നിർത്താം. 5 മിനിറ്റ് കൂടിയല്ലോ. ഇൻജെന്റിങ് ഓഫ് ഡ്രഗ്സ്. ഇൻജെന്റിങ് എന്ന് പറഞ്ഞാൽ INDENTING, അതായത് ഫാർമസിയില് ആവശ്യമായിട്ടുള്ള മരുന്നുകൾക്ക് വേണ്ടി നമ്മൾ സപ്ലയർമാർക്ക് ഓർഡർ കൊടുക്കുന്നതിനെയാണ് ഇൻജെന്റിങ് എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെച്ചവിടെ, ഇൻജെന്റിങ്. അതായത് എല്ലാ മരുന്നുകളും ഹോസ്പിറ്റൽ ഫാർമസിയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ലല്ലോ. എല്ലാ മരുന്നുകളും ഹോസ്പിറ്റൽ ഫാർമസിയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പൊ ഫാർമസിയിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സപ്ലയർമാർക്ക് ഓർഡർ കൊടുക്കുന്നതിനെയാണ് ഇൻജെന്റിങ് എന്ന് പറയുന്നത്. അവർക്ക് സപ്ലയേഴ്സിന് റിക്വസിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് ഇൻജെന്റിങ്. ഇൻജെന്റിങ് എന്ന് പറഞ്ഞാൽ റിക്വസിഷൻ. മീനിങ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. Requisition, REQUISTION, requisition. Requisition. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഫാർമസിയില് ആവശ്യമായിട്ടുള്ള മരുന്നുകൾക്ക് വേണ്ടി സപ്ലയർമാർക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നതിനെയാണ് ഇൻജെന്റിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇൻജെന്റിങ് ഓഫ് ഡ്രഗ്സ്. Okay, the hospital must have a clear hospital formulary that may contain 250 to 300 drugs. The hospital എന്തുണ്ടാവണം? ഒരു ക്ലിയർ ഹോസ്പിറ്റൽ ഫോർമുലറി, ഡ്രഗ് ലിസ്റ്റ് ഉണ്ടാവണം. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലെ വ്യക്തമായിട്ടുള്ള എന്തുണ്ടാവണം? ഒരു ഡ്രഗ് ലിസ്റ്റ് ഉണ്ടാവണം. ഏതൊക്കെ മരുന്നുകൾ ഫാർമസിയിൽ ഉണ്ട്, എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡ്രഗ് ലിസ്റ്റ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് മേ കണ്ടെയ്ൻ, അത് എന്തോരം വേണം നോക്കിയേ? 250 to 300 drugs. എത്രയാ? 250 മുതൽ 300 മരുന്നുകൾ വരെ വേണം. അത്രയും മരുന്നുകളെങ്കിലും ഫാർമസിയിൽ വേണം. അപ്പൊ ഇതിന്റെ ഒരു ക്ലിയർ
ഡ്രഗ് ലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ചെല്ലുമ്പോൾ ഒരു മരുന്നുകളൊക്കെ ആണെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു മരുന്ന് നമ്മൾ ചീട്ട് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരപ്പം തന്നെ സിസ്റ്റത്തിൽ അടിച്ചു നോക്കൂലേ, അതാ ഡ്രഗ് ലിസ്റ്റ് ആണ്. മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ട്, എത്ര മരുന്നുകളുണ്ട്, ഏതൊക്കെ മരുന്നുകളുണ്ട്, എന്നിട്ട് അത് അവര് നോക്കിയിട്ട് അടിച്ചു നോക്കിയിട്ട് അവര് പറയും അയ്യോ സോറി ഈ മരുന്നുകൾ സ്റ്റോക്ക് ഇല്ല കേട്ടോ, അല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ തരാട്ടോ എന്ന് പറയും. അത് നോക്കിയിട്ടല്ലേ ആ ലിസ്റ്റ് അവര് നോക്കണം, ചെക്ക് ചെയ്യണേ. അല്ലാതെ എല്ലാ ഷെൽഫിലും പോയി അവർക്ക് ഓടിച്ചാടി നോക്കാൻ പറ്റുമോ ആ മരുന്നുണ്ടോന്ന്? ആ സിസ്റ്റത്തിൽ ഫുൾ അവിടുത്തെ മരുന്നുകളുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ആ മരുന്നിന് പേര് അടിച്ചു കൊടുത്ത് അവിടെ ആ മരുന്ന് അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡ്രഗ് ലിസ്റ്റ് ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഉണ്ടായിരിക്കണം, ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. എത്ര ഡ്രഗ്സ് വേണമെന്നാ പറഞ്ഞേ? എത്ര ഡ്രഗ്സ് വേണം? 250 to 300 ഡ്രഗ്സ്. ഓക്കെ, മതി. ബാക്കിയിട്ട് നമുക്ക് പോയിന്റ്സ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും പഠിപ്പിച്ച അത്ര എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഈ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞ ആ 4 പോയിന്റ്സ് വെറുതെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഇത്രയും ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ അതിനകത്ത് ഫങ്ഷൻസും ഇതുപോലെ മനസ്സിലൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കാണാതെ പഠിക്കണം. പിന്നെ ഫ്ലോ ചാർട്ട് പഠിക്കണം. പിന്നെ ഇതിന്റെ ബെഡ് സ്ട്രെങ്ത് അതിനനുസരിച്ച് ഫാർമസിസ്റ്റിന്റെ എഴുതും. ഇത്രയും കാര്യമായിട്ട് ഇത് തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.